بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇന്ന് നമ്മൾ തഫ്സീർ മനസ്സിലാക്കുന്നത് സൂറത്തു അത്തകാസുറിൻ്റെ തഫ്സീറാണ്. അൽഹാകുമു തകാസുർ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ ചെറിയ സൂറത്തുകളിലൊന്ന്. ഈ സൂറത്ത് മക്കിയായ സൂറത്തുകളിലൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമു തകാസുർ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. അത്തകാസുർ. തകാസുർ എന്നാൽ പരസ്പരം കെസറത്ത് നടിക്കുക. എൻ്റെ കയ്യിൽ കുറേയുണ്ട്, എൻ്റെ കയ്യിലാണ് കൂടുതലുള്ളത്, അത് പരസ്പരം നടിക്കുക, പെരുമ നടിക്കുക. അതിനാണ് തകാസുർ എന്ന് പറയുക. അള്ളാഹു പറയുന്നു, അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. തകാസുർ. തകാസുർ നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. എന്തിൽ നിന്ന്? അതായത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നതിൽ നിന്ന്. റബ്ബ് നമ്മെ എന്തിനാണോ ഈ ദുനിയാവിൽ സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ അങ്ങനെ വിധിച്ചത്, എന്തിനാണോ റബ്ബ് നമ്മെ പടച്ചത്, അക്കാര്യം മറന്നുകൊണ്ട് പെരുമ നടിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യത്തിലാണ് മനുഷ്യൻ തകാസുർ നടിക്കുക? സമ്പത്തിൽ, സൗന്ദര്യത്തിൽ, അറിവിൽ, അതുപോലെ തറവാടിത്തത്തിൽ, ഇതിലെല്ലാം മനുഷ്യൻ തകാസുറിലാണ്. ഇത് നോക്കൂ, ഇത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. അള്ളാഹു പ്രത്യേകം കാവലേകി അവൻ റഹ്മത്ത് ചൊരിഞ്ഞ ആളുകൾ ഒഴികെ മനുഷ്യരുടെ എല്ലാം സ്വഭാവം ഇതാണ്. തകാസുറിലാണ് മനുഷ്യരുള്ളത്. നിങ്ങൾ നോക്കൂ, പ്രത്യേകിച്ച് ഈ കാലത്ത്, പ്രത്യേകിച്ച് ചെറിയ തലമുറയെ നമ്മൾ നോക്കിയാൽ ഈ തകാസുർ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. അവരതിൽ മുങ്ങിയിരിക്കുകയാണ്, മുഴുകിയിരിക്കുകയാണ്. കാരണം അവൻ തൻ്റെ മൊബൈൽ സ്ക്രീൻ എടുത്തു നോക്കിയാൽ അവനതിൽ കാണുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ള ആളുകൾ അവർ സ്വയം പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ ഒരിക്കലും അവൻ പ്രയാസപ്പെട്ട് കിടക്കുന്നത് പൊതുവെ അത് പ്രചരിപ്പിക്കുകയില്ല. ജനങ്ങളുടെ പൊതു സ്വഭാവം എന്താണ്? അവൻ ഉപയോഗിക്കുന്ന മുന്തിയ ഇനം വസ്തുക്കൾ, അവൻ്റെ ആഡംബര വാഹനങ്ങൾ, അവൻ സന്ദർശിച്ച 5 സ്റ്റാർ ഹോട്ടലുകൾ, അവൻ ഉപയോഗിക്കുന്ന വലിയ വിലയുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ ആളുകളെ കാണിക്കുകയാണ്. ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ ദുനിയാവിലൊരു നരകിച്ച ജീവിതമാണ് ജീവിക്കുന്നത് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യൻ നോക്കേണ്ടിയിരുന്നത് അവനേക്കാൾ താഴെയുള്ള, അവനേക്കാൾ പരിമിതമായ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ആളെയായിരുന്നു. അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിസാരമായി നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ അതാണ് നല്ലത്. പക്ഷേ ഈ കുട്ടികൾ നോക്കുന്നത് മുഴുവൻ അവരെക്കാൾ മുകളിലല്ല, അവരെക്കാൾ എത്രയോ മുകളിലുള്ള ആളുകളിലേക്കാണ്. അതല്ലെങ്കിൽ മുകളിലുള്ള ആളൊന്നും ആയിരിക്കില്ല, പക്ഷേ അവൻ നടിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ നടിക്കുന്നവരിലേക്ക് നോക്കി കുട്ടികൾ പലരും ജീവിക്കുന്നത് ഈ ഒരു അപകർഷതാബോധത്തിനാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ മറന്നുപോകുന്നു. റബ്ബവന് നൽകിയ ആരോഗ്യവും അതുപോലെ വെള്ളവും ഭക്ഷണവും വായുവും നിർഭയത്വവും എല്ലാം അവൻ മറന്നുപോവുകയാണ്. ഇതൊന്നുമില്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്ത് എക്കാലത്തുമുണ്ട്.
താഴെയുള്ളവരിലേക്ക് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ താഴേക്ക് നോക്കാൻ ആളുകളുണ്ടാവും. നീ എത്ര പ്രയാസത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും നിന്നെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുവനെ നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയും. പക്ഷെ മുകളിലേക്ക് നോക്കിയാൽ വലിയ പ്രയാസത്തിലായി പോകും. അവനെപ്പോലെ ആകാൻ, അവൻ എന്താണോ കാണിച്ചു കൂട്ടുന്നത് അതൊക്കെ എനിക്കും കാണിച്ചു കൂട്ടണം. ഈ തകാസുറിൽ ജീവിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ദുരിതത്തിലാക്കി കളയും. ഈ ലോകവും പരലോകവും പ്രയാസത്തിലാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹ്. ഖദ് അഫ്ലഹ ഒരുവൻ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ ഒരുവൻ വിജയിച്ചിരിക്കുന്നു. ആരാണ്? മൻ അസ്ലമ, മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ചവൻ. വറുസിഖ കഫാഫൻ, കഫാഫ് അവന് അള്ളാഹു ഉപജീവനമായി നൽകി. കഫാഫ് എന്നാൽ അവന് ആവശ്യമുള്ളത്. വഖന്നഅഹു അല്ലാഹ്, അള്ളാഹു അവൻ അതിൽ തൃപ്തിയും നൽകി. ഇങ്ങനെയുള്ളവൻ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഖനാഅത്ത്, അള്ളാഹു തന്നതിലുള്ള തൃപ്തി എന്ന് പറയുന്നത് വലിയ ഇക്കാലത്ത് അപൂർവമായ ആളുകളിലുള്ള കാര്യമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും അതിൽ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുകയും അതിൽ ആളുകളോട് മത്സരിക്കാൻ നീ ചെല്ലാതിരിക്കുകയും ചെയ്യുക. ദുനിയാവിൽ നീ ആളുകളോട് മത്സരിക്കാൻ ചെന്നാൽ നിനക്ക് നേരിടേണ്ടി വരിക വലിയ 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 ഉമ്മത്തുകളെയായിരിക്കും. കാരണം അതിൽ മത്സരിച്ച് കൂട്ടുന്നവരാണ് എല്ലാവരും. നിനക്കൊരിക്കലും അവരോട് മത്സരിച്ച് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നീ പ്രയാസത്തിലാകും. മറിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിക്കൂ. അള്ളാഹുവിന് വേണ്ടി ജീവിക്കൂ. അവന് ശുക്ർ ചെയ്ത് ജീവിക്കൂ. ഒരാളെയും നമുക്ക് നമ്മുടെ പക്കലുള്ളത് കാണിച്ച് പൊങ്ങച്ചം കാണിക്കേണ്ടതില്ല. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിക്കുന്നതിനു മുൻപ് ഖുർആനിൻ്റെ ഭാഗമായി സഹാബത്ത് പാരായണം ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. അള്ളാഹു ഖുർആനായി അവതരിപ്പിച്ച ചില ആയത്തുകൾ പിന്നീട് അവൻ എടുത്തുയർത്തുകയും ഖുർആനിൽ അതുപോലുള്ളത് അല്ലെങ്കിൽ അതിന് തത്തുല്യമായത് അള്ളാഹു അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ ഹിക്മത്തിനാൽ അതിന് പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തിയുണ്ട്. അങ്ങനെ ചില ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഖുർആനിൻ്റെ ഭാഗമായിരുന്നു എന്ന് സഹാബത്ത് പറയുന്ന ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി നമുക്ക് ഇന്നും അത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരിയുടെ സഹീഹ് പോലെയുള്ള കിതാബുകളിൽ കാണാം. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ് വയതൂബു അല്ലാഹു അലാ മൻ താബ്. ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബ്, മനുഷ്യന് ആദമിൻ്റെ പുത്രന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, അവൻ ഇഷ്ടപ്പെടും, അവൻ ആഗ്രഹിക്കും ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ. നോക്കൂ നിങ്ങൾ, ഒരു താഴ്വര നിറയെ സ്വർണം, ഒരു താഴ്വാരം നിറയെ സ്വർണം മനുഷ്യനുണ്ടായാലും മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവൻ ആഗ്രഹിക്കുക. രണ്ടെണ്ണം ഉണ്ടായാൽ ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മണ്ണല്ലാതെ അവൻ്റെ വാ നിറക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, മരിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ചാലല്ലാതെ അവൻ്റെ ഈ അത്യാർത്ഥി അവസാനിക്കുകയില്ല. വയതൂബു അല്ലാഹു അലാ മൻ താബ്, തൗബ ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. സഹാബത്ത് പറയുകയാണ്, ഇത് ഖുർആനിൽ ഞങ്ങൾ ഓതിയിരുന്നു, എന്നാൽ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതോടെ അള്ളാഹു അത് എടുത്തുയർത്തി. ഏത് സൂറത്താണ്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അപ്പോൾ നിങ്ങൾ എത്ര ചിന്തിക്കാനുള്ള, എത്ര നമ്മുടെ ഹൃദയത്തിൽ ആലോചിക്കാനുള്ള കാര്യമാണ് അള്ളാഹു ഈ സൂറത്തിൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഈ സൂറത്ത് പഴയ കാലത്തിൽ, ആധുനിക കാലത്ത് ഈ സൂറത്ത് മാത്രം കേൾക്കുകയും വായിക്കുകയും ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും ചിന്തിക്കാനുള്ള കാര്യമാണ് ഈ സൂറത്തിലുള്ളത്. അൽഹാകുമുത് തകാസുർ, അള്ളാഹു പറയുന്നു നിങ്ങളെ അശ്രദ്ധരാക്കി കളഞ്ഞിരിക്കുന്നു. അത്തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നത്. ഇതിലെല്ലാം, സമ്പത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം, പണത്തിൽ മാത്രമല്ല മറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അതുണ്ടാകും. പണത്തിൽ, അതുപോലെ വസ്ത്രത്തിൽ, ഒരാളുടെ അറിവിൽ, ശറഈയായ വിജ്ഞാനത്തിൽ പോലും ഒരാൾക്ക് തകാസുർ സംഭവിക്കുമെന്നാണ്.
ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കുറേ അറിവുണ്ട് എന്ന് ആളുകളെ കാണിക്കാനുള്ള ത്വര ആളുകൾക്ക്, ദീൻ പഠിച്ചവർക്ക് പോലും ഉണ്ടായേക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ശർഈയ ഒരു വിജ്ഞാനത്തിൽ പോലും ഇതുണ്ടാകുമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും മനുഷ്യൻ്റെ സ്ഥിതി? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആളുകൾ ഇതിലെല്ലാം പരസ്പരം പെരുമ നടിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, ഇൻതഹൈതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു ദിവസം ചെന്നപ്പോൾ വഹുവ യഖൂൽ, നബി ഓതുകയാണ്, അൽഹാകുമുത് തകാസുർ. ഇത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലു ഇബ്നു ആദമ മാലി മാലി, മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാലി മാലി, എൻ്റെ പൈസ എൻ്റെ പൈസ, എൻ്റെ പണം എൻ്റെ പണം, എൻ്റെ സമ്പത്ത് എൻ്റെ സമ്പത്ത് എന്നിങ്ങനെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വഹല്ലക മിമ്മാലിക, ഓ മനുഷ്യ, നിൻ്റേതെന്ന് പറയാൻ നിൻ്റെ സമ്പത്തിൽ എന്താണുള്ളത്? ഇല്ലാ മാ അക്കൽത ഫഅഫ്നൈത് ഔ ലബിസ്ത ഫഅബ്ലൈത് ഔ തസദ്ദഖ്ത ഫഅംദൈത്, നീ തിന്നു തീർത്തതും നീ ഉടുത്ത് ദ്രവിച്ചു പോയതും അല്ലെങ്കിൽ നീ ദാനം ചെയ്ത് തീർന്നു പോയതുമല്ലാതെ മറ്റെന്താണ് നിൻ്റെ പണം? നീ തിന്നതോ അത് നിൻ്റെ പൈസയാണ്, അത് നീ അനുഭവിച്ചു. നീ വസ്ത്രം വാങ്ങി ഉടുത്തോ അങ്ങനെ ദ്രവിച്ചു പോയോ അത് നിൻ്റെതാണ്. അല്ലെങ്കിൽ നീ സദഖ നൽകി, അതും നിൻ്റെതാണ്. നീ സദഖ നൽകിയാൽ അത് യഥാർത്ഥത്തിൽ നിൻ്റെ പണമാണ്. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അത് എത്രയോ ഇരട്ടിയായി നിനക്ക് പകരം നൽകുന്നതാണ്. അല്ലാത്തത് യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, വമാ സിവാ ദാലിക, അതല്ലാതെ ബാക്കിയുള്ളത്, അതിലാണല്ലോ മനുഷ്യൻ പെരുമ നടിക്കുന്നത്. ഫദാലിക ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്, അത് നീ ഉപേക്ഷിച്ച് ആളുകൾക്ക് വിട്ടേച്ച് പോകുന്ന പൈസയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് അനന്തരാവകാശിയുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നത്? നബി പറഞ്ഞു, ആരാണ് നബിയെ? മരിച്ചതിന് ശേഷം ആരോ എടുക്കുന്ന സ്വത്ത് ആരാണ് ഇഷ്ടപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥത്തിൽ നിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ നീ തിന്നതും ഉടുത്തതും കൊടുത്തതുമൊക്കെയാണ്. നീ കുമ്പാരമാക്കി കൂട്ടിവെച്ചത് നീ നിൻ്റെ അനന്തരാവകാശിക്കുള്ള സ്വത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതാണെന്നാണ് നബി പറഞ്ഞത്, അൻ തസദ്ദഖ വ അൻത സഹീഹുൻ ഷഹീഹുൻ തഅമലുൽ ഗിന വ തഖ്ശൽ ഫഖർ. നീ ദാനം ചെയ്യലാണ് എപ്പോൾ? വ അൻത സഹീഹ്, നിനക്ക് ആരോഗ്യമുള്ള കാലത്ത്, ഷഹീഹുൻ, നിനക്ക് സമ്പത്തിനോട് പിശുക്ക് തോന്നുന്ന കാലത്ത്, കൊടുക്കാതിരിക്കാൻ നിനക്ക് തോന്നുന്ന, നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന കാലത്ത്, തഅമലുൽ ഗിന, നീ സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കുകയും വ തഖ്ശൽ ഫഖർ, ദാരിദ്ര്യം ഭയപ്പെടുകയും ചെയ്യുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്താണ് മനുഷ്യൻ കൊടുക്കേണ്ടത്. ആ സമയത്തുള്ള ദാനം അത് ഏറെ ശ്രേഷ്ഠമായ ദാനമാണ്. എന്നാൽ ശ്രേഷ്ഠത കുറഞ്ഞു പോകും എപ്പോൾ? ഇല്ലാതായി പോകുന്ന സമയത്ത്. ഒടുവിൽ അത് തീരെ ഫലമില്ലാതായി പോകും എപ്പോൾ? മരണം കൺമുന്നിൽ കണ്ടാൽ. അള്ളാഹു ഖുർആനിൽ ഓരോ ജുമുഅ ദിവസവും ഇമാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുനാഫിഖുൽ അവസാന ഭാഗത്ത് എന്താണ് പറഞ്ഞത്? അവന് മരണം വന്നെത്തിയാൽ അവൻ പറയും, എന്നെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ. എന്തിനു വേണ്ടിയാണ്? പല അമലുകളുമുണ്ട്, ധാരാളം സൽപ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദഖ നൽകാം, ഞാൻ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം. സദഖക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. മരണസമയത്ത് മനുഷ്യൻ എൻ്റെ പൈസ ഇന്നാൾക്ക് കൊടുക്കണം, ഇന്നാൾക്ക് കൊടുക്കണം എന്നിങ്ങനെ പറയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് കാന ലി ഫുലാൻ, അതൊക്കെ ഓരോരുത്തരുടേതായി കഴിഞ്ഞിരിക്കുന്നു, നീ ഇനി ഇയാൾക്ക് എന്നിങ്ങനെ പറയേണ്ടതില്ല. അതുകൊണ്ട് നോക്കൂ, ഈ ആരോഗ്യമുള്ള സമയത്ത് ദാനം ചെയ്യുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് ഇത് വിട്ടേച്ചു പോകുന്ന സമ്പത്താണ് എന്നതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിതിൽ പെരുമ നടിക്കാൻ സാധിക്കുക? ദുനിയാവ് ഒന്നാകെ ഒരാളുടെ കയ്യിലുണ്ടെങ്കിലും അവനെ തുറിച്ചു നോക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? മരണം. നോക്കൂ, മുൻഗാമികൾ പണ്ഡിതന്മാർ പറയുകയുണ്ടായി, എത്ര ഒരാൾ ഈ ലോകത്ത് സുഖം അനുഭവിക്കുന്നുണ്ട് എങ്കിലും ദുനിയാവിലെ ഏത് സുഖത്തിലും അവനെ തുറിച്ചു നോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കല്ലുകടികളുണ്ട്. രണ്ടാലൊന്നും അനുഭവിക്കാതെ യാതൊരു വഴിയുമില്ല. ഒന്ന് മരണം, അല്ലെങ്കിൽ വാർദ്ധക്യം. ഒന്നുകിൽ നീ പെട്ടെന്ന് മരിച്ചു പോകും, അതല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ അയാൾക്ക് കോടികളുടെ സ്വത്തുണ്ടെങ്കിലും
അയാളുടെ വീട്ടിൻ്റെ ഒരു മൂലയിലായിരിക്കും. എന്താണ് അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കുക? ഏത് ഭക്ഷണമാണ് രുചിയോടെ തിന്നാൻ കഴിയുക? എന്താണ് ദുനിയാവിൽ അയാൾ അനുഭവിക്കുക? ഈ രണ്ട് കാര്യം തന്നെ മതി ദുനിയാവിൻ്റെ സകല സുഖങ്ങളുടെയും നിറം കെടുത്തി കളയാൻ. ഇത് രണ്ടെണ്ണം മാത്രം മതി. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏത് വിശാലതയിൽ അതേക്കുറിച്ച് നീ ഓർത്താലും നിനക്കത് കുടുസാക്കി കളയും, നിന്നെ ഇടുക്കി കളയും. ഏത് ഇടുക്കിൽ, ഏത് പ്രയാസത്തിൽ നീ അത് ഓർത്താലും നിനക്കത് വിശാലത നൽകും. മരണത്തിൻ്റെ ദിക്ർ, മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നതിൻ്റെ അത്ഭുതകരമായ ഒരു ഫലമാണിത്. പ്രയാസത്തിൽ നീ ഓർത്താൽ നിനക്ക് വിശാലത ലഭിക്കും, ആ പ്രയാസം നിസാരമായി തോന്നും. എന്നാൽ സന്തോഷത്തിൽ അതേക്കുറിച്ച് ഓർത്തോളൂ, നിൻ്റെ സന്തോഷം അത് കുറച്ച് കളയും. അള്ളാഹു ശുക്ർ കാണിക്കാനും അതുപോലെ സബർ കാണിക്കാനും പ്രേരിപ്പിക്കുന്ന കാര്യമാണ് മരണചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തകാസുറിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. അള്ളാഹു പറയുന്നു, അൽഹാക്കുമു തകാസുർ, നിങ്ങളെ തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നത് അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഹത്താ സുർത്തും, നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നതുവരെ. സിയാറത്ത് എന്ന വാക്കാണ് സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ. അൽ മഖാബിർ, ഖബറിടങ്ങൾ. അവിടെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബർ കാണാൻ പോവുക എന്നതല്ല, മറിച്ച് മരിച്ച് ഖബറിലെത്തുന്നത് വരെ എന്താണ്? മരിച്ച് ഖബറിൽ കൊണ്ടുവെക്കുന്നത് വരെ നിങ്ങൾ ഇതിൻ്റെ അശ്രദ്ധയിലാണ്. എന്തുകൊണ്ടാണ് നോക്കൂ മരിച്ച് ഖബറിലേക്ക് ചെല്ലുന്നതിനെ സിയാറ എന്ന് പറഞ്ഞത്? അത് സിയാറത്ത് എന്ന് വിശേഷിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട പാഠമാണ്, ഖബർ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല, മറിച്ച് ഖബറിൽ നമ്മളെല്ലാം സായിറുകളാണ്, സന്ദർശകരാണ്. അത് കഴിഞ്ഞുള്ള ലോകമാണ്, അവിടെയാണ് സ്ഥിരവാസം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ പാഠം ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരേക്കും എന്ന് അള്ളാഹു മരണത്തെ വിശേഷിപ്പിച്ചതിൽ ആ പാഠമുണ്ട്. നിങ്ങളവിടെ സന്ദർശകരാണ്, സായിറുകളാണ്, അവിടെ നിന്ന് പോകും, അവിടെ നിന്ന് സ്വർഗം അല്ലെങ്കിൽ നരകം അവിടേക്ക് പോകും. എന്നാൽ മനുഷ്യൻ ഇത് തിരിച്ചറിയാതെ ഇതിൽ ഇങ്ങനെ അശ്രദ്ധയിൽ മുഴുകിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രായമേറിയാൽ പോലും മനുഷ്യൻ്റെ ഈ സ്വഭാവം പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൽബു ശൈഖി ശാബുൻ ഫി ഹുബ്ബി ഇസ്നതൈൻ, ഹുബ്ബിൽ ഐശി വൽ മാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൽബു ശൈഖി, ഒരു വൃദ്ധൻ്റെ ഹൃദയം പോലും ഷാബുൻ, യുവാവാണ്. അവൻ ശാരീരികമായി അവൻ വൃദ്ധനാണ്, ആയുസ് കൊണ്ട് അവൻ വൃദ്ധനാണ്, പക്ഷെ അവൻ്റെ ഹൃദയം യൗവനത്തിലാണ്. ഏത് കാര്യത്തിൽ? ഫി ഹുബ്ബി ഇസ്നതൈൻ, രണ്ട് കാര്യത്തോടുള്ള പ്രിയത്തിൽ, രണ്ട് കാര്യങ്ങളോടുള്ള ഇഷ്ടത്തിൽ. ഹുബ്ബുൽ ഐശി വൽ മാൽ, ഒന്ന് സമ്പത്തിനോടുള്ള ആഗ്രഹമാണ്, മറ്റൊന്ന് ആയുസ്സിനോടുള്ള ആഗ്രഹമാണ്. ഇതിൽ മനുഷ്യൻ പ്രായമേറുന്നതിന് അവൻ്റെ ഹൃദയം യൗവനം പ്രാപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ് ഞാനീ പറഞ്ഞത്. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞ് അവൻ തൗഫീഖ് ഏകിയ ആളുകൾ ഈ മോശമായ പൊതു സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അള്ളാഹു പറയുന്നു, കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ. കല്ല എന്നത് അല്ല എന്ന് പറയാൻ ആ പദം ഉപയോഗിക്കാറുണ്ട്. കല്ല അങ്ങനെയല്ല കാര്യം. സൗഫ തഅലമൂൻ, സൗഫ എന്നത് സമീപഭാവിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. വഴിയെ, അടുത്തു തന്നെ. തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞാൽ ഈ തകാസുർ, ഈ നിങ്ങളുടെ പരസ്പരമുള്ള പെരുമ നടിക്കൽ നിങ്ങൾക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്നത് നിങ്ങൾ അറിയും. സുമ്മ, പിന്നെയും. കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. അതായത് നിങ്ങളുടെ ഈ പുകമറയെല്ലാം നീങ്ങും. പരലോകത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഫകശഫ്ന അൻക ഗിതാഅക്, നിൻ്റെ മുന്നിലെ മറ നാം നീക്കിയിരിക്കുന്നു എന്നാണ്. യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും കൃത്യമായി അന്ത്യനാളിൽ ഒരാൾ കാണും. ഫബസറുക്കൽ യൗമ ഹദീദ്, നിൻ്റെ കാഴ്ച ഇന്ന് മൂർച്ചയുള്ളതാണ്, അന്ന് കാര്യങ്ങൾ ശരിക്ക് തിരിച്ചറിയും. ഈ കണ്ടതൊന്നും ആയിരുന്നില്ല കാര്യം എന്നത് ഒരാൾ തിരിച്ചറിയും. അള്ളാഹു പറയുന്നു, കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ല ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. നോക്കൂ, ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, പിന്നീട് ഐനൽ യഖീൻ നിങ്ങളത് കാണുക തന്നെ ചെയ്യും. ഒരായത്തിൽ ഇൽമുൽ യഖീനും പിന്നെ വന്ന ആയത്തുകളിലൊന്നിൽ ഐനുൽ യഖീനും പറയുകയുണ്ടായി. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, യഖീൻ എന്ന് പറഞ്ഞാൽ അത് പൊതുവെ 3 ഇനമാണ്. യഖീൻ എന്നാൽ ഉറച്ച വിശ്വാസം, ദൃഢമായ അറിവ്.
ഒന്ന് ഇൽമുൽ യഖീൻ, രണ്ട് ഐനുൽ യഖീൻ, മൂന്ന് ഹഖുൽ യഖീൻ. ഇത് മൂന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇൽമുൽ യഖീൻ എന്നാൽ നമ്മൾ കേട്ട് അറിഞ്ഞ് ദൃഢവിശ്വാസം ഉണ്ടാവുക, അതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുക. കാരണം സത്യസന്ധമായ സ്രോതസ്സിൽ നിന്നാണോ വിവരം കിട്ടിയത് അത് വിശ്വസിക്കുക എന്നത് സാമാന്യ ബുദ്ധിയാണ്. സത്യസന്ധമായ സ്രോതസ്സിലൂടെ കിട്ടിയ വിവരം വിശ്വസിക്കുക എന്നത് സാമാന്യ ബുദ്ധി. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുണ്ട്, പരലോകമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നതാരാണ്? ഏറ്റവും സത്യസന്ധരാണ്. അള്ളാഹുവിൻ്റെ നബിമാരുടെ സത്യസന്ധത എന്നതിന് ലോകം സാക്ഷിയാണ്. ലോകത്തെ കോടാനുകൂടി മനുഷ്യർ ഉറപ്പിച്ചിട്ടുള്ള, അവർക്കിടയിൽ സംശയമില്ലാത്ത കാര്യമാണ് എന്ത്? അള്ളാഹുവിൻ്റെ നബിമാർ സത്യസന്ധരാണ്. ഒരു കളവ് പറയുകയില്ല. അവരുടെ സത്യസന്ധത പോലെ ഉറപ്പുള്ളവർ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അവർ പറഞ്ഞതിൽ. അതാണ് ഇൽമുൽ യഖീൻ. രണ്ടാമത്തത് ഐനുൽ യഖീൻ. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാലുള്ള യഖീൻ, കണ്ടാലുള്ള യഖീനാണ്. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചാലുള്ള യഖീനാണ്. ഉദാഹരണത്തിന് സ്വർഗമുണ്ട് എന്നത് മുഅ്മിനീങ്ങൾ ഇവിടെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കതേക്കുറിച്ചുള്ളത് എന്ത് യഖീനാണ്? ഇൽമുൽ യഖീനാണ്. നാളെ പരലോകത്ത് അത് കൺമുന്നിൽ കണ്ടാൽ ലഭിക്കുന്നത് ഐനുൽ യഖീനാണ്. അതിൽ പ്രവേശിച്ചാൽ, അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, പ്രവേശിച്ചാൽ ലഭിക്കുന്നത് ഹഖുൽ യഖീനാണ്, അനുഭവിച്ചാലുള്ള യഖീൻ. ഇത് മൂന്നും ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, യഥാർത്ഥ അറിവ് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. നരകം കാണാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അല്ല, നരകത്തിൻ്റെ മുകളിലൂടെ വക്കത്തുകൂടെ കടന്നു പോകാത്ത ഒരാളും ഉണ്ടാവുകയില്ല. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞു, വഇൻ മിൻകും ഇല്ല വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ എല്ലാവരും അതിൻ്റെ വക്കത്ത് വരുന്നതാണ്. അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. അഥവാ നരകത്തിന് മുകളിലുള്ള സറാത്തിലൂടെ കടന്നാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിലെത്തുക സാധ്യമാവുകയുള്ളൂ. ശേഷം നോക്കൂ, അള്ളാഹു പറയുന്നു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മ ലതുസ്അലുന്ന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, യൗമഇദിൻ അന്നേ ദിവസം, അനിൻ നഈം, അനുഗ്രഹങ്ങളെക്കുറിച്ച്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ അബൂബക്കറിനെയും ഉമറിനെയും കാണുകയാണ്. 3 പേരും പുറത്തിറങ്ങിയത് വിശന്നിട്ടായിരുന്നു. 3 പേരും പുറത്തിറങ്ങിയത് പട്ടിണി കൊണ്ടാണ്. അങ്ങനെ അവർ 3 പേരും ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം കുറച്ച് ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ 2 സഹാബിമാർക്കും കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദ മിനൻ നഈം അല്ലദീ തുസ്അലൂന അൻ. നാളെ പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണിത്. മറ്റൊരു റിവായത്തിൽ കാണാം, അഖ്റജക്കും മിൻ ബുയൂതിക്കുമുൽ ജൂഅ്. വിശന്നിട്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വലം തർജിഉ ഹത്ത അസബ്തും ഹാദ. പക്ഷേ തിരിച്ചു പോകുന്നത് ഇത് കിട്ടിയിട്ടാണ്. ഫഹാദ മിനൻ നഈം, ഇത് നഈമിൽപ്പെട്ടതാണ്. നോക്കൂ, പട്ടിണിയിൽ ജീവിക്കുന്ന ആളുകളാണവർ. പട്ടിണിയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളാരെങ്കിലും ഇന്ന് വരെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരുണ്ടാവും വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലാതെ വിശന്നിട്ട് സഹിക്കാൻ പറ്റാതെ വീട്ടിൽ പുറത്തിറങ്ങിയിട്ട്? അങ്ങനെ ഒരു അനുഭവം എത്ര പേർക്കുണ്ടാവും? ഉണ്ടെങ്കിൽ തന്നെ വളരെ വളരെ അപൂർവമായിരിക്കും, വളരെ അപൂർവമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലീൽ, അള്ളാഹുവിൻ്റെ 2 ഖലീലുകളിൽ ഒരു ഖലീൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഈ ഉമ്മത്തിൽ സകല ഉമ്മത്തുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ 2 പേർ, അബൂബക്കറും ഉമറും, വിശന്നിട്ടാണ് ഈ പുറത്തേക്ക് ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർക്ക് അതിഥികളായി ചെന്നപ്പോൾ ഒരു സഹാബി കുറച്ച് ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ച് തിരിച്ചു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് അള്ളാഹു ചോദ്യം ചെയ്യുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ യഅനി അൽ അബ്ദ മിനൻ നഈം. ഒരാൾ നാളെ പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അൻ യുഖാല ലഹ്, അവനോട് റബ്ബ് ചോദിക്കും, അലം നുസിഹ ലക ജിസ്മക്, ആരോഗ്യമുള്ള ഒരു ശരീരം നിനക്ക് ഞാൻ തന്നില്ലേ? വനുർവിയക മിനൽ മാഇൽ ബാരിദ്, കുളിർമയുള്ള വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ തന്നില്ലേ? അള്ളാഹു ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, വെയിലത്ത് നടക്കുന്ന നമ്മൾ കുളിർമയുള്ള ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. അത്ര ചൂടൊന്നുമില്ലാത്തൊരു തണലിൽ മാറിയിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്.
ഒരു മരത്തണൽ അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്, ഈ കാലത്ത് ചിന്തിച്ചു നോക്കൂ, ശീതീകരിച്ച മുറികളിൽ ചൂടനുഭവിക്കാതെ ഇരിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കി. ഈ ആയത്തിൻ്റെ തഫ്സീർ മുൻഗാമികൾ പറഞ്ഞതാണ്, വെയിലത്ത് നിനക്ക് അള്ളാഹു തണൽ തരുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ നഈമാണ്. അതുപോലെ കുടിക്കാനുള്ള വെള്ളം, കയറിക്കിടക്കാൻ വെയിൽ കൊള്ളാത്ത മഴ കൊള്ളാത്ത ഒരു കൂര നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അവിടെ കിടന്നാൽ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നു, ഉറങ്ങാൻ സാധിക്കുന്നു, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അന്ത്യനാളിൽ അള്ളാഹു ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ചോദിക്കും, ഐ ഫുൽ, ഓ മനുഷ്യ, അലം ഉക്രിംക്, ഞാൻ നിന്നെ ആദരിച്ചില്ലേ, وأسودك وأزوجك وأسخر لك الخيل والإبل وأذرك ترأس وتربع. നിന്നെ ഞാൻ മനുഷ്യരിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ അനുസരിക്കാൻ മാത്രം ആളുകളുള്ള അങ്ങനെയുള്ള ആളാക്കിയില്ലേ, നിനക്ക് ഞാൻ ഇണയെ നൽകിയില്ലേ, നിനക്ക് ഞാൻ വാഹനം നൽകിയില്ലേ? അള്ളാഹു ചോദിക്കുമെന്നാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. ثم لتسألن يومئذ عن النعيم. പിന്നീട് അന്നേ ദിവസം അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഒക്കെ എത്ര ചിന്തിക്കാനുള്ള, എത്ര ആലോചിക്കാനുള്ള സൂറത്താണ് ഈ സൂറത്ത്. അതുകൊണ്ട് ഖുർആനിലെ ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. തകാസുർ, പരസ്പരമുള്ള പെരുമ നടിക്കൽ, പൊങ്ങച്ചം, ഇതെല്ലാം ഒഴിവാക്കുക. ഈ കാലത്ത് ആളുകളെ ധാരാളമായി ബാധിച്ചിട്ടുള്ള ഒരു ഫിത്നയാണത്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. ആളുകളെ കാണിക്കേണ്ടതില്ല, അവരെ തൃപ്തിപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിനെ, റബ്ബിനു വേണ്ടി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുക. അതിന് നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.